ദിവസങ്ങൾക്ക് മുൻപായിരുന്നു 34-കാരിയായ യുവതിയെ ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അപ്രതീക്ഷിതമായി മുറിയിലുണ്ടായ അഗ്നിബാധയിൽ ശ്വാസം കിട്ടാതെയാണ് യുവതി മരണപ്പെട്ടത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. എന്നാൽ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇതൊരു ഞെട്ടിക്കുന്ന കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നത്. പിടിക്കപ്പെട്ടതാകട്ടെ 18 വയസ്സുകാരനും ഇവരുടെ അയൽവാസിയുമായ ഒരു വിദ്യാർത്ഥിയാണ്. ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശർമിളയാണ് അതിദാരുണമായി അന്ന് മരണപ്പെടുന്നത്. ശർമിള താമസിക്കുന്ന വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് കനത്ത പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീട്ടുടമ പോലീസിനെ വിവരമറിയിക്കുന്നത്. തുടർന്ന് ഉടൻ തന്നെ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വാതിൽ തകർത്ത് അകത്തു കടന്നെങ്കിലും വീടിനുള്ളിൽ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. മുറിക്കുള്ളിൽ ആകെ പടർന്ന പുകയിലും തീയിലും പെട്ട് ശർമിള ബോധരഹിതയായി വീണുകിടക്കുകയായിരുന്നു. അടുക്കളയോട് ചേർന്നായിരുന്നു ശർമിളയുടെ മൃതദേഹം കാണപ്പെട്ടത്. ശർമിളയുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് നാട്ടിലേക്ക് പോയ സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. സംഭവം അപകടമരണമാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിലാണ് യുവതിയുടേത് കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും സംഭവം കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടി. ഒടുവിൽ ഇവരുടെ അയൽവാസിയും 18-കാരനുമായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. പ്രതിയായ കർണാൽ എന്ന 18-കാരൻ ജനുവരി 3 രാത്രി 9 മണിയോടെ ശർമിള താമസിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ലൈംഗിക അതിക്രമം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ വീട്ടിലേക്ക് എത്തിയത്. സ്ലൈഡിംഗ് ജനാല വഴിയാണ് ഇയാൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇയാളുടെ ലൈംഗികാതിക്രമം ശർമിള എതിർത്തതോടുകൂടി മർദ്ദിക്കുകയായിരുന്നു. ബോധം പോയതോടെ യുവതിയുടെ വായും മൂക്കും മൂടിക്കെട്ടി. ഇതിനു പിന്നാലെ ശർമിളയ്ക്ക് രക്തസ്രാവമുണ്ടായി. ഇതോടെ പരിഭ്രാന്തനായ യുവാവ് തെളിവുകൾ നശിപ്പിക്കാനായി യുവതിയുടെ വസ്ത്രങ്ങളും മറ്റും കിടപ്പുമുറിയിലെ മെത്തയിലിട്ട ശേഷം തീ കൊളുത്തി അതേ ജനാല വഴി തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിദ്യാർത്ഥിയായ കർണാൽ അമ്മയോടൊപ്പം ഇവരുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിച്ചു വന്നിരുന്നത്. പ്രതിക്കെതിരെ തെളിവുകൾ നശിപ്പിക്കൽ, കൊലപാതകം എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു.